അപ്പോൾ നമ്മുടെ ആവിലായിലെ വിശേഷങ്ങൾ ഇനിയും തീർന്നിട്ടില്ല. എല്ലാവരും അമ്മ ത്രേസ്യയുടെ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം വീഡിയോ ഒന്നും കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ കട്ടൊന്നും ചെയ്യാതെ എല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. തന്നെയുമല്ല റെയർ ആയിട്ടുള്ള വീഡിയോ ആണല്ലോ. തന്നെയുമല്ല ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ അവരത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു ഇതും കട്ട് ചെയ്യുമെന്ന്. എനിവേ നിങ്ങളെല്ലാം കാണിക്കാൻ സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ മഞ്ജു ജോജോ വ്ലോഗ്സിൻ്റെ അകത്ത് ആവിലായിലെ അമ്മ ത്രേസ്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്കും കാണാൻ സാധിക്കും. കല്ലുകളുടെയും വിശുദ്ധരുടെയും നഗരമെന്ന് വിശേഷിക്കപ്പെടുന്ന ആവിലായിലെ മറ്റൊരു ഹൈലൈറ്റ് ആണ് ഈ മധ്യകാല ആവിലായിലെ വാള്. കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇത്രയും മനോഹരമായ ഈ നഗരമതില് യൂറോപ്പിലെ തന്നെ നമ്പർ 1 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആവില പട്ടണത്തെയും നഗരവാസികളെയും പരിപാലിക്കുന്ന ഈ നഗരമതില് സ്പാനിഷ് സൂര്യപ്രകാശത്തിൽ അതിന്റെ കല്ലുകൾ വരെ തിളങ്ങുകയാണ്. കാരണം ഇവിടുത്തെ നഗരവാസികളും ഇതിനെ സംരക്ഷിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. ഈ നഗരമതിലിന് 9 കവാടങ്ങളാണ് മെയിനായിട്ടുള്ളത്. അമ്മ ത്രേസ്യയുടെ ചർച്ചിനോട് അടുത്തുള്ള കവാടത്തിൽ കൂടി നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നിരവധി വിശുദ്ധന്മാരുള്ള പോലെ തന്നെ നിരവധി ചർച്ചുകളും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സമയക്കുറവ് മൂലം നമ്മൾ പല ചർച്ചുകളും ഒഴിവാക്കി നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ അങ്ങ് ദൂരോട്ട് നോക്കിയേ, ഈ റോഡിന്റെ എൻഡിലായിട്ട് ഒരു ചർച്ച് കാണാൻ സാധിക്കും. അതാണ് കത്തീഡ്രൽ ചർച്ച് ഓഫ് ആവില. നമ്മളിപ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന ഒരു ടൂറിസ്റ്റ് പോലും ഇവിടെ കയറാതെ പോകാറില്ല. 12-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ ചർച്ച് റൊമാനസ്ക് ആൻഡ് ഗോത്തിക് സ്റ്റൈലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്കുള്ള പ്രവേശനത്തിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കണം. കൂടാതെ നമുക്ക് ഓഡിയോ ഗൈഡും കിട്ടും. ഈ കത്തീഡ്രൽ ചർച്ച് സ്പെയിനിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പ്രധാന നേവിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എല്ലാവരും ഓഡിയോ ഗൈഡിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് നോക്കുകയാണ്. ലാംഗ്വേജ് ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ. ഇവിടെ എൻട്രൻസിൽ റൈറ്റ് സൈഡിലായിട്ട് സെൻറ്റ് പീറ്ററിൻ്റെ ബ്രോൺസിൽ തീർത്ത ഒരു സ്റ്റാച്ചു ഉണ്ട്. എനിക്കിവിടെ ഈ ചർച്ചിൽ ആദ്യം കയറാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ചിന്താഗതി ആകെ അങ്ങ് മാറ്റിമറിച്ചു. ഇത്ര വലുതാണെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ 8 പേർ ഒരുമിച്ച് കയറിയതാണ്. ഇപ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല. ഓരോരുത്തരുടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ സ്ഥലങ്ങളിൽ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രധാനമായും 3 നേവുകളാണുള്ളത്. ഇപ്പം നമ്മൾ നടുവിലത്തെ നേവിലാണ് ഇപ്പം നിൽക്കുന്നത്. ഈ പ്രധാന നേവിൻ്റെ ഏകദേശം മധ്യഭാഗത്തായി കാണുന്ന ഒരു റിട്രോ കൊയർ നേവിനെ ട്രാൻസെപ്റ്റ്, ഗായക സംഘം, ആബ്സ് എന്നിവയിൽ നിന്ന് വേർതിരിക്കുകയാണ്. ലൂക്കോസ് ഗിരാൾഡോ, ജുവാൻ എന്നിവർ നിർമ്മിച്ച ഈ റെട്രോ കൊയർ യേശുവിൻ്റെ ബാല്യകാല രംഗങ്ങൾ വിശദമായും സ്വാഭാവികതയോടും കൂടി ചിത്രീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ റൈറ്റ് സൈഡിലെ നേവിലേക്ക് പോവുകയാണ്. അവിടെ ഒരു നല്ലൊരു സാധനം വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു പ്രൊസഷൻ വെഹിക്കിളാണത്. തിരുനാളുകളിലുള്ള പ്രദക്ഷിണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണിത്. പ്രത്യേകിച്ച് ക്രിസ്തുവിന്റെ ഏറ്റവും പരിശുദ്ധ ശരീരത്തിന്റെയും രക്തത്തിന്റെയും തിരുനാളെന്നറിയപ്പെടുന്ന കോർപ്പസ് ക്രിസ്റ്റിയുടെ തിരുനാൾ ദിവസവും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിന് കരോസ ദെൽ കോർപ്പസ് ക്രിസ്റ്റി എന്നാണ് ഇറ്റാലിയനിൽ പറയുന്നത്. അതുപോലെ തന്നെയാന്ന് തോന്നുന്നു സ്പാനിഷിലും പറയുന്നത്. അങ്ങനെ എല്ലാവരും മാറി മാറി ഈ പ്രോസഷൻ വെഹിക്കിളിന്റെ ഫോട്ടോ അങ്ങനെ തള്ളുന്നതൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ വലത്തെ നേവിൽ കൂടി തന്നെ മെയിൻ അൾത്താരെ ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് ഏകദേശം മധ്യഭാഗത്ത് ഗായക സംഘത്തിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട്. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാണ് 12-ാം നൂറ്റാണ്ടിൽ പോലും അതിൻ്റെ ഇന്റീരിയർ ഡിസൈനൊക്കെ കണ്ടോ, എത്ര ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് നോക്കിയേ. ഇവിടുത്തെ ഏറ്റവും ചരിത്രപ്രധാനമായ സംഭവമാണ് ഈ പൈപ്പ് ഓർഗൻ. സ്പെയിനിലെ നവോത്ഥാനത്തിൻ്റെയും പ്ലാറ്ററസ്ക് കലയുടെയും ഉത്തമ ഉദാഹരണമാണ് ഈ കൊയറും അതിൻ്റെ റെട്രോ കൊയറും. ഈ റെട്രോ കൊയർ നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞായിരുന്നു. ഉയർന്ന റിലീഫ് കൊത്തുപണികളാലുള്ള യേശുവിൻ്റെ ശൈശകാലത്തിലുള്ള ബൈബിളിക്കൽ സീനുകൾ. ഈ കൊയർ നിർമ്മിച്ചിരിക്കുന്നത് വാൾനട്ട് മരം കൊണ്ടാണ്. ഇത് കൊർണേലിയോസ് ഡെ ഹോളണ്ട എന്ന് പറഞ്ഞ ചിത്രകാരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഉയരങ്ങളിലുള്ള ഈ ജനാലകൾ കണ്ടോ, നീണ്ട ജനലുകളാണ് ഉള്ളത്. അതിൽ മുഴുവൻ സ്റ്റെയിൻഡ് ഗ്ലാസ്സിലുള്ള വർണ്ണചിത്രങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലൂടെ സൂര്യരശ്മികൾ ഇങ്ങനെ അരിച്ചിറങ്ങി ഈ കത്തീഡ്രലിനെ മുഴുവനും വർണ്ണശോഭിതമാക്കുകയാണ്. ഇവിടെ മറ്റു ലൈറ്റുകൾ ഒന്നും തെളിച്ചിട്ടേയില്ല. ഈ ജനലിൽ കൂടിയുള്ള പ്രകാശം മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഈ അൾത്താരയുടെ സൈഡിലും ചർച്ചിന്റെ വിവിധ ഭാഗങ്ങളിലും മാതാവിന്റെ നിരവധി രൂപത്തിലുള്ള സ്റ്റാച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മെയിൻ അൾത്താരയുടെ ഭാഗങ്ങളിലേക്ക് വരാം. ഈ പ്രധാന ബലിപീഠം വാസ്കോ ദെ സാർസ എന്ന ആർട്ടിസ്റ്റ് സ്വർണം പൂശിയ തടിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്.
ക്രിസ്തുവിന്റെ ജീവിതരംഗങ്ങൾ ചിത്രീകരിക്കുന്ന ഇവ ഇറ്റാലിയൻ ക്വാത്രോച്ചെന്തോയും ഫ്ലെമിഷ് കലാശൈലികളും സ്വാധീനിക്കുന്ന ഒരു പ്ലാറ്ററസ്ക് കലാസൃഷ്ടിയാണ്. സ്പാനിഷ് പാസ്റ്ററസ്ക് കലാശൈലിയുടെ മുഖമുദ്രയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. പീഠത്തിന്റെ ബാക്ക് സൈഡ് ആവില വാളിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ നമ്പറുകൾ കണ്ടോ, ഈ നമ്പറുകളാണ് നമ്മൾ വോയിസ് ഗൈഡിന്റെ റിമോട്ടയിൽ പ്ലേ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ച് നൽകും. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നേവിലോട്ട് പോകാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ എല്ലാവരും തന്നെ മടുത്തിട്ടുണ്ട് ശരിക്കും. ഇവിടെയുള്ള ഈ സ്റ്റെപ്പും റെയിൽസും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ലേഖന വായനയ്ക്കും പ്രസംഗത്തിനും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. യൂറോപ്പിലെ എല്ലാ പഴയ പള്ളികളിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപം മറ്റു മാതാവിന്റെ രൂപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാണപ്പെടുന്നത്. ചുമന്ന ഒരു സൈസ് കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാർബിൾ കല്ലായിരിക്കാം. മുഴുവൻ ഗ്രേ കളറിലുള്ള ഈ കത്തീഡ്രലിന് മുകളിലുള്ള സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസ് ആണ് കൂടുതൽ ഭംഗിയുള്ളതാക്കുന്നതെന്ന് തന്നെ പറയാം. ഈ റൈറ്റ് സൈഡിലെ നേവിൽ മറ്റേ സൈഡിനേക്കാൾ കൂടുതൽ അൾത്താരകളും അതുപോലെ തന്നെ രൂപങ്ങളും വളരെയധികം ഉണ്ട്. നോക്കിയാൽ ഇതിൻ്റെ കമാനങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് ചെയ്തു വച്ചേക്കുന്നതെന്ന്. നവോത്ഥാന ശൈലിയിൽ ചുണ്ണാമ്പുകല്ലിൽ നിന്ന് കൊത്തിയെടുത്ത വിചിത്ര രംഗങ്ങൾ ചിത്രീകരിക്കുന്ന റിലീഫുകൾ കൊണ്ടാണ് ഇവിടുത്തെ ചുവരുകൾ അലങ്കരിച്ചിരിക്കുന്നത്. സൈഡുകളിലെല്ലാം നിരവധി ചാപ്പലുകളും ഉണ്ട്. നമ്മൾ ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ഇനി ഇതിൻ്റെ അകത്ത് കാണാനുണ്ട്. അതായത് സാക്രിസ്റ്റിയോട് ചേർന്ന ഒരു മ്യൂസിയം ഉണ്ട്. അതുപോലെ ക്ലോയിസ്റ്റർ, മണിഗോപുരം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ കാണാൻ ഇനിയുണ്ട്. എല്ലാവരും അടുത്തത് കാരണം ഇവിടെ വെച്ച് നിർത്തുകയാണ്. സ്പാനിഷ് സാംസ്കാരിക പൈതൃകത്തിൻ്റെ മൂലക്കല്ലായ ഈ കത്തീഡ്രൽ ചർച്ച് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലും പെട്ടിട്ടുള്ളതാണ്. ഇത് കണ്ട പുറത്തിറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ്. മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ ചർച്ച് ഉള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്പെയിനിലെ ചരിത്ര പ്രസിദ്ധമായ വാൾ ഓഫ് ആവിലയാണ്. ഇതിൻ്റെ മൊത്തം ചുറ്റളവിൽ നിന്ന് പകുതി ഭാഗത്തോളം നമുക്ക് നടന്ന് കാണാൻ സാധിക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് ആവിലയിലെ ഫോർട്ടിഫിക്കേഷൻ വാളിൻ്റെ മിനിയേച്ചർ. ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ എൻട്രൻസിൻ്റെ ഇവിടെ വന്നത്. ഇതിൻ്റെ മേളിലൊന്ന് കയറി നടക്കാനുള്ള വലിയ കൊതിയോടുകൂടി. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അത് ഏകദേശം 1.5 മണിക്കൂറെങ്കിലും എടുക്കും നമ്മളിത് മൊത്തം വാള് ചുറ്റിക്കറങ്ങി എത്താനായിട്ട്. സമയമില്ലാത്ത കാരണം അത് വേണ്ടെന്ന് വെക്കുകയാണ് ചെയ്തത്. ഈ മധ്യകാല കോട്ടകൾ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വളരെയധികം പങ്കുവഹിച്ചിട്ടുള്ളതാണ്. ആവിലയിലെ ഈ പഴയ മതിലും ഇവിടുത്തെ പട്ടണവും 1985 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ മേളിൽ കയറാൻ സാധിച്ചില്ലെങ്കിലും പരമാവധി പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഇതിൻ്റെ വട്ടത്തിൽ നടന്നു കാണാനായിട്ട് ശ്രമിക്കുകയാണ്. 77 ഏക്കർ വിസ്തൃതിയിൽ ദീർഘചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. 88ഓളം അർദ്ധവൃത്താകൃതിയിലുള്ള ഗോപുരങ്ങളും ഉണ്ട്. 9ഓളം എൻട്രൻസ് ഗേറ്റുകളുണ്ട്. അതിൽ ഞങ്ങൾ സെന്റ് തെരേസ ഗേറ്റിൽ കൂടിയാണ് കടന്നത്. ചുവരുകൾക്ക് ഏകദേശം 3 മീറ്റർ വീതിയും 12 മീറ്റർ ഉയരവുമാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ അവിടെയെല്ലാം കറങ്ങി കണ്ടതിന് ശേഷം ഇത്രയെങ്കിലും കാണാൻ സാധിച്ചല്ലോ എന്നോർത്ത് മനസ്സിനെ സമാധാനിപ്പിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അടുത്തോട്ട് ഞങ്ങൾ വരികയാണ്. എല്ലാവരും നല്ലോണക്ക് ടയേർഡായിട്ടുണ്ട്. വിശന്നിട്ട് ആർക്കും കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ അടുത്ത് കണ്ട ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. കണ്ടാൽ വളരെ ചെറുതാണെങ്കിലും ആഡംബരം ഒന്നും അധികം ഇല്ലെങ്കിലും അകത്ത് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു. എല്ലാവരും ഒന്ന് റീഫ്രഷ് ചെയ്തതിന് ശേഷം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈഗർലി വെയിറ്റ് ചെയ്യുവാണ്. പെട്ടെന്നാണ് അവിടുത്തെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് ഒരു പറ്റം പട്ടിക്കുട്ടികൾ കയറി വന്നത്. 2 പേരെ ഇവിടെ പുറത്ത് കാണാനുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം അകത്ത് ടേബിളിൻ്റെ അടിയിലാണ്. അപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടി കുറേ അപ്പിറ്റൈസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സാലഡ് ഐറ്റത്തിൻ്റെ അകത്ത് മെയിനായിട്ട് വന്ന സ്പിനാച്ചും ആർട്ടിച്ചോക്ക്, ഒലിവ് സീഡ് അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ ടൊമാറ്റോ മസ്റ്റാണല്ലോ, അതുകൊണ്ടായിരുന്നു. ഇതാണ് ഞാൻ മെയിൻ ഡിഷായിട്ട് ഓർഡർ ചെയ്തിരുന്നത്, ലാം ചോപ്സ്. എല്ലാവരും നല്ല തിരക്കിലാണ്. കത്തിയും ഫോർക്കും ഒക്കെ ആയതുകൊണ്ട് താമസവും കൂടുതലാണ്. ഇത് നമ്മുടെ ജോജോ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ബിസ്തേക്ക അല്ല ഫ്ലോറന്റൈൻ സ്റ്റീക്ക് എന്നാണ് ഇതിന് പറയുന്നത്. യൂറോപ്പിൽ വരുന്ന ഏതൊരാളും ടേസ്റ്റ് ചെയ്യേണ്ട ഒരു സംഗതിയാകട്ടോ ഇത്. ഇതിനായിട്ട് എടുക്കുന്നത് ഇളം മൂരിക്കുട്ടൻ്റെ ഭാര്യയിലും ഹിപ്പ് ബോണിൻ്റെയും കൂടെ ഇടയ്ക്കുള്ള പാട്ടിലുള്ള മീറ്റാണ് എടുക്കുന്നത്.
തീക്കനലിൽ ഒരു 7 മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം. കൂടത്തിൽ നല്ല വൈനും വേണം. ഇത് ഏകദേശം 800 ഗ്രാം വരുന്ന ഒരു പീസായിരുന്നു. ജോയലിനും കൂടെ സഹായിച്ച് ജോജോയുടെ ഫിറന്റീനോ അങ്ങനെ തീർന്നിട്ടുണ്ട്. അങ്ങനെ അടിപൊളി ഒരു സ്പാനിഷ് ഡിന്നറിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കിനി വേഗം തന്നെ മാഡ്രിഡിൽ എത്തേണ്ടതാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ബ്രസീലിയൻ അച്ഛന് ലുച്ചാനോയ്ക്ക് വൈകിട്ടത്തെ 7 മണിക്കത്തെ ഫ്ലൈറ്റിന് റോമിന് പോകേണ്ടതാണ്. മെയിനായിട്ട് ഇക്കാരണത്താലാണ് നമ്മൾ വാൾ ഓഫ് ആവിലയുടെ മണ്ടയിൽ കയറാതിരുന്നത്. സത്യം പറഞ്ഞാൽ ഒരു ചെറിയ വിഷമത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചു പോരുന്നത്. കാരണം എനിക്ക് ആ കത്തീഡ്രലിൽ കയറുന്നതിനേക്കാളും ആഗ്രഹവും എനിക്ക് ഈ മതിലിൽ കയറാനായിട്ടായിരുന്നു. കാരണം ഈ രാജാക്കന്മാരും മതിലും കൊട്ടാരങ്ങളും ഒക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് നൽകുന്നതാണ്. പിന്നെ ചർച്ചിനകത്ത് കയറി കഴിഞ്ഞ് അതിന്റെ ഗൈഡ് ഓഡിയോ ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ മഹത്വം മനസ്സിലായി. ഇനി എന്തെങ്കിലും വീണ്ടും വരാമെന്ന ശുഭപ്രതീക്ഷയോടെ നമ്മൾ ആവില എന്ന ഈ വിശുദ്ധ നഗരത്തോട് വിട പറയുകയാണ്. കാറിലിരുന്നു കൊണ്ട് തന്നെ ദിഷ്ടി എത്തുന്ന ദൂരത്ത് വരെ ഞാൻ ഇതിനെ നോക്കി കാണുകയായിരുന്നു. നാളെയാണ് അവസാനത്തെ ദിവസം. സ്പെയിനോട് വിട പറയേണ്ടത്. ബെന്നിയച്ഛനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല. സ്വന്തം കുടുംബത്തിലെ ഒരാളെ പോലെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്തത്. ഇനി ലീവ് കിട്ടുവാണെങ്കിൽ ഒരു ബാർസലോണ ട്രിപ്പ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇനിയും മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.